കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചന പഠനത്തോട്, പ്രത്യേകിച്ച് ഗലാത്യ ലേഖന പഠനത്തോടനുബന്ധിച്ച് നമുക്ക് ദൈവസേനയിൽ കൂടി വരാനിടയായല്ലോ. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അതിനെ തന്നെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. 1-ാമത്തെ ഭാഗം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ വന്ദനം ആയിരുന്നു. ഈ വന്ദനത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മറ്റ് ലേഖനങ്ങളിൽ നിന്ന് ആ 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മുതൽ തന്നെ തൻ്റെ അപ്പോസ്തലത്വം അതിൻ്റെ ആധികാരികത വ്യക്തമാക്കുവാൻ ആണ് പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ പരിശ്രമിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ മറ്റ് ലേഖനങ്ങളിൽ ഉള്ള ഒരു വന്ദനം പോലെ അല്ല. അവിടെയൊക്കെ അവരുടെ നന്നായി പുകഴ്ത്തി പറയുന്നതും അവരുടെ നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്നതും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതും ആയ സ്റ്റേറ്റ്മെൻറ്റ്സ് ധാരാളമായിട്ട് കാണാൻ പറ്റും. എന്നാൽ അതൊക്കെ വിട്ടിട്ട് ഡയറക്റ്റായിട്ട് ഈ കാര്യം അവതരിപ്പിക്കുന്നു. മാത്രമല്ല അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ അത് വേറെ ഒരു ലേഖനത്തിലും കാണാത്ത വിധം ഒരു അപലപനം അല്ലേ, അല്ലെങ്കിൽ പിന്നെ ശക്തമായിട്ട് ചില കാര്യങ്ങൾ താൻ എതിർത്ത് സംസാരിക്കുകയാണ്. ആ വിഷയം അത്ര ഗൗരവമുള്ളതായതുകൊണ്ടാണ് അപ്പോസ്തലൻ അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയാതിരിക്കുക, അത് പിന്നെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതായിരുന്നു. ഇന്നത്തെ കാലത്തും അല്ലെ ഇന്നത്തെ ഈ ലോകത്തിലും ഈ സമയത്തും ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. നമ്മൾ അതിനെക്കുറിച്ച് വളരെ അല്പമായിട്ട് ചിന്തിക്കാനിടയായി തീർന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിൻ്റെ വിശദീകരണം എന്നുള്ള നിലയിൽ 3-ാം അധ്യായം 4-ാം അധ്യായമൊക്കെ ഈ വിഷയം പിന്നെ ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിനെ നൽകിക്കൊണ്ട് ദൈവം മനുഷ്യന് അവതരിപ്പിച്ച ആ രക്ഷാപദ്ധതി, ആ സുവിശേഷം, അതിനെ സംക്ഷിപ്തമായിട്ട് അതിൻ്റെ 3 പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലൻ ആരംഭിച്ചത്. അത് 1-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ രക്ഷാപ്രവൃത്തി അത് തന്നെത്താൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ആരുടെയെങ്കിലും നിർബന്ധമായിരുന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ സമ്മതിപ്പിച്ചെടുക്കുകയായിരുന്നില്ല. തന്നെത്താൻ മനുഷ്യവർഗത്തിന് വേണ്ടി നൽകി എന്നുള്ളതായിരുന്നു. മാത്രമല്ല ഇങ്ങനെ കർത്താവ് തന്നെത്താൻ നൽകിയതിലൂടെ താൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു മനുഷ്യനെ രക്ഷിക്കാൻ ഒരു പദ്ധതി എന്നുള്ളത്. മാത്രമല്ല ആ ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പൂർണ്ണമായിട്ട് പുത്രൻ തമ്പുരാൻ നിറവേറ്റിയത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത അതിനാണ്. അതിന് മാത്രമല്ല, അല്ലെങ്കിൽ അതിന് പൂർണ്ണമായി രക്ഷിപ്പാൻ, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ വ്യക്തമായ വിശദീകരണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചതാണ്. നമ്മളെ ഈ ലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ സൂക്ഷിക്കുന്നതിലൂടെയാണ്. യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന കഴിഞ്ഞ ആഴ്ച വാക്യം പരാമർശിച്ചോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. യൂദായുടെ ലേഖനം അവസാനത്തെ വാക്യം വായിക്കുന്നുണ്ട്, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് ആനന്ദത്തോടെ തൻ്റെ സന്നിധിയിൽ, മഹിമാസന്നിധിയിൽ നിർത്തുക എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം നമുക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഴാൻ സാധ്യതയുള്ള ലോകത്തിൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്ഷണ പ്രവൃത്തിയിൽ ഉള്ള ഒരു പദ്ധതിയാണ്. അതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ നീതീകരണം, അത് മാത്രമല്ല നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ തേജസ്കരണം, അതുവരെ കർത്താവിൻ്റെ രക്ഷാ പദ്ധതിയിൽ ഉള്ളതാണ്. അല്ലെങ്കിൽ കാൽവരി ക്രൂശിലെ യാഗത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രായോഗികമായ വശം എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ ആ പദ്ധതിയിലൂടെ മാത്രം നമ്മൾ പൂർണ്ണമായി നീതീകരിക്കപ്പെടുമോ? തീർച്ചയായിട്ടും, കാരണം വേറൊരു മാർഗമില്ല. ഇനി അത് ആത്മാവിൻ്റെ രക്ഷ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ദേഹിയുടെ രക്ഷ അല്ലെങ്കിൽ വിശുദ്ധീകരണം അനുദിന ജീവിതത്തിൽ അതിനും കർത്താവിൻ്റെ രക്തം തന്നെ മതി. പക്ഷെ അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? പ്രായോഗികമായിട്ട് അതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കും? യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ മിക്കവാറും ആഴ്ചകളിൽ ആ വാക്യം ഓർക്കുന്നതാണ്. എന്താണത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇനി അബദ്ധവശാൽ ഒരു പാപം ചെയ്താൽ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് മധ്യസ്ഥനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധ്യത എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരിക്കലായി നടന്ന ബലിമരണത്തിൻ്റെ ആ രക്തത്തിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ
നമ്മുടെ ജീവിതത്തിലൊരു പിന്നെ ദൈനംദിന ജീവിതത്തിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പാപം അത് സംഭവിച്ചാൽ തീർച്ചയായിട്ടും അത് ഏറ്റുപറയുന്ന പക്ഷം, അനുതാപത്തോടെ ഏറ്റുപറയുന്ന പക്ഷം, അല്ലെങ്കിൽ കഴുകൽ പ്രാപിക്കുന്ന പക്ഷം, ദൈവം കർത്താവ് എന്ത് ചെയ്യുന്നു? അത് പൂർണ്ണമായിട്ടും ക്ഷമിച്ചു തരുന്നു. അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് പാപത്തിൽ തുടരാൻ പറ്റത്തില്ല. അതല്ല അതിൻ്റെ ആശയം. നമ്മുടെ ജീവിതത്തിൽ കാരണം നമ്മൾ പാപം ജഡത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും പാപത്തിൻ്റെ ഈ സ്വഭാവമുള്ള ജഡത്തിന് മാറ്റം വന്നിട്ടില്ല. മാത്രമല്ല ഈ ലോകം പാപത്തിൻ്റെ സ്വാധീനത്തിലാണ്, അവിടെയും അതിനും മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്, അനുദിന വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനോടനുബന്ധിച്ച് അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രയോഗം അത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഞാനതൊന്ന് മെൻഷൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം പറയണമെന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പിന്നെ ആലോചിച്ചു. അതുകൊണ്ട് അത് ഒന്ന് പറയാം. അതായത് നമുക്കറിയാം, നമ്മളെല്ലാം സാധാരണ പിന്നെ ഏതെങ്കിലും ഒരു മീറ്റിംഗ് കഴിയുമ്പോഴൊക്കെ ഈ ആശീർവാദം പറയാറുണ്ടല്ലേ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ സമാധാനം നമ്മളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അതുള്ളതാണ്, യാതൊരു കുഴപ്പമില്ല. സത്യത്തിൽ ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അർഹതയില്ലാത്തപ്പം നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു കാരണവശാലും കിട്ടത്തില്ലാത്തത് ദൈവം നമുക്ക് തരുവാണ്. അപ്പം അതൊരിക്കലായിട്ട് കിട്ടിയില്ലേ? ഇല്ലേ? ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ട്. ഒരിക്കലും നമുക്ക് കിട്ടിയില്ലേ? കർത്താവിൻ്റെ കൃപയാൽ അത്ര നമ്മൾ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടും. അപ്പൊ കൃപ പിന്നെയും പറയേണ്ട കാര്യമുണ്ടോ? നടത്തുന്ന കൃപ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലായിട്ട് ആ കൃപ ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. അഭക്തരായ പാപികളുടെ മേൽ അനർഹമായി ദൈവം നൽകുന്ന ദയക്കാണ് കൃപ എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, നല്ലവരായ ആളുകളെ അന്വേഷിച്ച് അനുമോദിക്കുന്നതിന് പകരം കുറ്റക്കാരും നിസ്സഹായരുമായവരെ അങ്ങനെയുള്ളവരെ വിളിച്ച് വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് കൃപ എന്ന് പറഞ്ഞാൽ. അതിന് മറ്റൊരു അർത്ഥം, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞു, നമുക്കറിയാം നീതിമാന്മാരെ എത്ര അല്ല, പിന്നെ ആരെയാണ് ഞാൻ പാപികൾ എത്ര വിളിക്കാൻ വന്നതെന്നാണ് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് താൻ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഈ നിലയിലുള്ള അർഹതയില്ലാത്തത് നമുക്ക് തരുവാൻ ദൈവം ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുമ്പോൾ അതിനെ നമ്മൾ കൃപ എന്ന് പറയുന്നു. ഇത് നമുക്ക് ഒരിക്കലായിട്ട് ലഭിക്കാനിടയായി തീർന്നു. ഇതിൻ്റെ അനന്തര ഫലമാണെന്ത്? സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ കൃപ ഉണ്ടെങ്കിൽ, അല്ലെ കൃപ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് എന്തുകൂടെ അനുഭവിക്കണം? സമാധാനം കൂടെ അനുഭവിക്കണം. നമുക്കറിയാം, നമ്മുടെ ശിക്ഷ നീങ്ങിപ്പോയി എന്നുള്ള ചിന്ത തന്നെ തീർച്ചയായിട്ടും നമ്മളെ എന്ത് ചെയ്യും? സമാധാനത്തിലേക്ക് നയിക്കും. അതല്ലാത്ത ഒരാൾക്ക് എന്നും ആ ന്യായവിധിയെക്കുറിച്ചുള്ള ഭയമാണ്. അയാൾക്ക് സമാധാനത്തിൽ കഴിയാൻ പറ്റൂ? ഈ മനസാക്ഷി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാനിങ്ങനെയൊക്കെ പോകും എന്ന് ഒരു നിഷേധാത്മക സമീപത്തോടെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ ഈ പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോഴൊക്കെ മനസാക്ഷി എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുടെ കാര്യം പറയുന്നത് എന്ന് പറയുന്നത് അവരെ ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ സമാധാനം വന്ന് നിറയുകയാണ്. എന്താ അതിൻ്റെ അടിസ്ഥാനം? ചുമ്മാ അവരുടെ സമാധാനം എന്ന് പറയുകയല്ല. എൻ്റെ ശിക്ഷയുടെ പിഴ അതാര് കൊടുത്തു തീർത്തു? കർത്താവായ യേശുക്രിസ്തു കൊടുത്തു തീർത്തു. ഞാനിനി അത് അനുഭവിക്കേണ്ട, തൻ്റെ പാപത്തിൻ്റെ ആ പിഴ കൊടുത്തു തീർത്തിരിക്കുന്നു എന്നുള്ള ആ അറിവാണ്, അതിലാണ് ശരിക്കും പിന്നെ നമുക്ക് ആശ്വസിക്കാനായിട്ട് കഴിയുന്നത്. നഗൽ സാഹിബാൻ തോന്നും പിന്നെ ഒരു പാട്ട് എഴുതുന്നുണ്ട്, വിശ്രമമേറെയുണ്ട് ഈ ഉറപ്പിൽ. ആ പാട്ടിൻ്റെ തുടക്കം ഞാൻ മറന്നുപോയി. വിശ്രമം ഏറെയുണ്ട് ഈ ഉറപ്പിൽ. അപ്പോൾ ഈ ഉറപ്പിനകത്ത് ശരിക്കും ആശ്വസിക്കാനായിട്ട്, ഒരാൾക്ക് വിശ്രമിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കൃപ കേവലം രക്ഷിക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ പിന്നെയും ഈ ആശീർവാദത്തിലും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു വന്ദനത്തിൻ്റെ ഫോമിലൊക്കെ ഈ വാചകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു വരുന്നത്. ദൈവത്തോടുള്ള സമാധാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ അത് ഒരിക്കലായിട്ട് നമ്മൾ അനുഭവിച്ചു. ഏറ്റവും വലിയ അനുഗ്രഹം ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. പക്ഷേ അതിൻ്റെ ഈ നമ്മൾ പറയത്തില്ലേ, ഈ പിന്നെ ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടായാൽ ഒരു ചലനം മാത്രമല്ല, അതിനെന്തുണ്ടാവും? തുടർചലനങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അവിടെ ആ ഒറ്റ പരിപാടി കൊണ്ട് നിന്നില്ല. ഈ ലോകത്തിൽ തന്നെ അതിൻ്റെ പല തലങ്ങളിൽ നമുക്ക് ആ സമാധാനത്തിൻ്റെ, ദൈവത്തോടുള്ള സമാധാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അത് ആ ഒറ്റ നിമിഷം സംഭവിക്കുന്നതാണ്, കഴിഞ്ഞില്ല. പിന്നെന്താണ്? ഈ ദൈവിക സമാധാനവും അതിൻ്റെ
ആഫ്റ്റർ എഫക്ട്സ് അത് നീ ജീവിതത്തിൽ അനുദിനം അനുഭവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നു. ഇതാണ് ഈ സൂക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പം ഇതിവിടെയാണ് നമ്മുടെ കൃപയും സമാധാനവും അതിൻ്റെ ഡെയിലി പോർഷൻസ്. ആ കാര്യം പറയാണ് ഞാൻ ഇത്രയും പറഞ്ഞു. നമുക്ക് ഒരിക്കൽ ആ കൃപയും സമാധാനവും നമുക്ക് ലഭിച്ചു, അത് അനുഭവിക്കേണ്ടതായി തോന്നും. എന്നാൽ ഇതിന് ഡെയിലി പോർഷൻസ് ഉണ്ട് നമ്മുടെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെട്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. അത് ലഭിക്കട്ടെ, അതാണ് ഇവിടുത്തെ ആ വാചകത്തിന്റെ അർത്ഥം, ലളിതമായ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, വിശദീകരിച്ച് പോകുന്നില്ല, ഇതെല്ലാം നമ്മൾ സംസാരിച്ചാണ്. അതിനുശേഷം നമ്മൾ കണ്ടത് ഈ അപലപനത്തെ കുറിച്ചാണ്. അതായത് വളരെ ശക്തമായ ഭാഷയിൽ വേറൊരു സുവിശേഷം ഇല്ല എന്ന് പൗലോസ് പറയാണ്. അതിനോട് ബന്ധപ്പെട്ട് അപ്പോസ്തലൻ ഏറ്റവും ശക്തമായി വാദിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, ഇവരുടെ പിന്മാറ്റം, അല്ലെങ്കിൽ അവരുടെ ടേണിങ് അവേ, അവരുടെ ആ ഡിസേർട്ടിങ്, അതെന്ന് പറയുന്നത് കേവലം ഒരു വിഷയത്തോട് ബന്ധപ്പെട്ടല്ല, പിന്നെ ആരിൽ നിന്നാണ്? ആത്യന്തികമായി ദൈവത്തിൽ നിന്നാണ്. ഒരു വിഷയത്തിൽ അവർ വ്യതിചലിക്കുക എന്നുള്ളതല്ല, പിന്നെ അവര് ഇത്ര വേഗം സുവിശേഷം വിടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്നെ വിട്ടു എന്നുള്ളതാണ് താൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? ഇത്ര വേഗം നിങ്ങളെ വേറൊരു സുവിശേഷത്തിലേക്ക് അതായത് നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗം വേറൊരു സുവിശേഷത്തിലേക്ക്. അത് വളരെ പെട്ടെന്നായിരുന്നു എന്ന് നമ്മൾ കണ്ടു. മാത്രമല്ല, ആ സുവിശേഷം വികൃതമാകുവാനായിട്ട് ഇടയായി തോന്നുന്നു. പിശാചിന്റെ ആ പണിയെക്കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് അതിനെ ശാസിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, താൻ തന്നെ ആകട്ടെ, അല്ലെങ്കിൽ ഇനി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതം വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെടാൻ, നിത്യനാശം അവരുടെ മേൽ വരും എന്ന് പറയുകയുണ്ടായി. സന്ദേശവാഹകന്റെ ബാഹ്യരൂപം ഇവിടെ യാതൊരു വിഷയമല്ല. അങ്ങനെ എത്ര വലിയ പുള്ളിയാണെങ്കിലും, ഈ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതം നേരിട്ട് വന്ന് പറഞ്ഞാലും ഈ കേട്ടതിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളോട് ബന്ധത്തിൽ പറഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് എന്ത് വെളിപ്പാട് ആര് പറഞ്ഞാലും അവൻ ശപിക്കപ്പെടുവാൻ യാതൊരു സംശയവുമില്ല. ഇതിന്റെ വിശദീകരണം ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഇന്നത്തെ പല ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പല വ്യത്യസ്ത സഭാവിഭാഗങ്ങൾ, ഈവൻ നമ്മുടെ ഇടയിൽ തന്നെ ആണെങ്കിലും നമ്മൾ ശരിയെന്ന ധാരണ ധരിച്ച് മുന്നോട്ട് പോകുന്ന പല കാര്യങ്ങളിലും പറയാനുണ്ട്. കർത്താവ് അനുവദിച്ചാൽ വരുന്ന അധ്യായങ്ങളിൽ അതിൽ ഓരോന്നോരോന്നായിട്ട് സംസാരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പോർഷൻ പൗലോസ് പറയാണ്, ഞാൻ ഈ വിഷയം, അതായത് 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം അവസാനിപ്പിച്ച് ഈ ശാപത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഇനി താൻ തന്നെ എന്ന് പറഞ്ഞാലും അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞ് ആ വേറൊരു സുവിശേഷം അത് പറയുന്നവരും അത് കേൾക്കുന്നവരും ഒക്കെ ശപിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം ആഴ്ചയിൽ അവസാനം നമ്മൾ അതാണ് ചിന്തിച്ചത്. നമ്മുടെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം ദൈവപ്രസാദം എന്നുള്ളതാണ്. കർത്താവിനെ പ്രസാദിപ്പിക്കുക, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർ ആകാൻ പാടില്ല. പൗലോസ് പറയണേ, എനിക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിൻ്റെ കാര്യമില്ല, മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കാനായിട്ടാണ്. പൗലോസ് ഒരിക്കലും അപ്രൂവൽ ഓഫ് മെൻ, മനുഷ്യൻ്റെ ആ ഒരു എന്താ പറയുന്നത്, അവിടെ നിന്നുള്ള ഒരു നല്ല ഒരു പ്രതികരണം അത് ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് താൻ ഏറ്റവും ആൾക്കാരെ ചിന്തിച്ചു വരുന്നതിന് ഘടകവിരുദ്ധമായിട്ടൊക്കെ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇത്രയധികം പീഡകൾ തൻ്റെ ശുശ്രൂഷ കാലത്ത് ജീവിതത്തിൽ ഏൽക്കേണ്ടതായിട്ട് വന്നത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും സഹിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, ശരിയായ സുവിശേഷം പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? എതിർപ്പുണ്ടാവും, കല്ലേറുണ്ടാവും, യാതൊരു സംശയമില്ല. അതല്ല, നമുക്ക് ഈ ടേറ് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഇച്ചിരിയൊക്കെ വെള്ളം ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സോപ്പിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ. അതെ, അതുണ്ട്. പക്ഷെ ഈ കാര്യത്തിലല്ല. നിങ്ങൾ എങ്ങനെ ബുദ്ധിയുള്ളവരായിരിക്കുന്നാണ്? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. ഒപ്പം കൂട്ടത്തിൽ ഒരു കാര്യം വരുന്നുണ്ട്, ആ ബുദ്ധി മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? പ്രാവിനെ പോലെ. അപ്പൊ ഈ വിഷയം നമ്മുടെ ചിന്തയിൽ ഉണ്ടാകാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. നമുക്ക് ഈ അധ്യായത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. ഞാൻ അറിയിച്ച മനുഷ്യനല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഉത്ഭവത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എൻ്റെ പ്രതിപാരംഭ്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരേക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതിയുടെ ഇടയിൽ അറിയിക്കേണ്ടതിന്
അവനെ എന്നെ വെളിപ്പെടുത്തുവാൻ സാധിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയം ഉണ്ടാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് പോസ്റ്റല്ല എന്നതിന് ദൈവം സാക്ഷി. പിന്നെ ഞാൻ സിറിയ, കിലിക്യ, ദിക്കുകളിലേക്ക് പോയി യഹൂദ്യയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഓക്കെ, താങ്ക് യു. ഈ ലേഖനത്തിൻ്റെ വിഭജനം ആദ്യത്തെ ആഴ്ച ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയൊക്കെയായിരുന്നു? എത്ര അധ്യായങ്ങളായിരുന്നു? 6 അധ്യായം. 6 അധ്യായങ്ങൾ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ആദ്യത്തെ 2 അധ്യായങ്ങൾ, അതിൻ്റെ ശേഷമുള്ള 2 അധ്യായങ്ങൾ, മൂന്നാമത്തെ 2 അധ്യായങ്ങൾ. ആദ്യത്തെ 2 അധ്യായം എന്താണെന്നാ പറഞ്ഞത്? ഓക്കെ, അതൊരു ക്ലാസിഫിക്കേഷനാണ്. സുവിശേഷത്തിൻ്റെ ആധികാരികത. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. അതല്ലാതെ വേറൊരെണ്ണം കൂടെ ഞാൻ പറഞ്ഞായിരുന്നു, പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിവാദം. അപ്പോൾ സുവിശേഷത്തിൻ്റെ ആധികാരികത അത് ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് 3-4 അധ്യായങ്ങളിലാണ്. അത് സുവിശേഷത്തിൻ്റെ സുപ്പീരിയോറിറ്റി അഥവാ ശ്രേഷ്ഠത, ആധികാരികത, അതോറിറ്റിയാണ്. അത് അപ്പോസ്തലത്വം എന്നുള്ളതും ആ രീതിയിൽ തന്നെയാണ് താൻ പറഞ്ഞു വെക്കുന്നത്. മൂന്നാമതായിട്ട് ഈ സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യം, അത് പ്രായോഗിക ജീവിതത്തിൽ, അതാണ് 5-6 അധ്യായങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും, ഏതാണ് ഈ ഒന്നാമത്തെ ആത്മകഥാംശമുള്ള ആദ്യത്തെ 2 അധ്യായങ്ങളിൽ അപ്പോസ്തലൻ തൻ്റെ അപ്പോസ്തലത്വം കർത്താവിൻ്റെ പ്രത്യേകമായ വെളിപ്പാടിനാൽ നൽകിയതാണ് എന്ന് പറയുകയാണ്. 3-4 അധ്യായങ്ങളിൽ ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത നമ്മൾ മുമ്പേ പറഞ്ഞു അതേ കാര്യം തന്നെ, കൃപയുടെ പ്രമാണത്തിന്റെ കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണം, ആ ഉപദേശം പൗലോസ് വിശദീകരിക്കുകയാണ്. അതാണ് ശരിക്കും സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. 5-6 അധ്യായങ്ങളിൽ ഈ സ്വാതന്ത്ര്യം അത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ വായിച്ചത് ഒന്നാമത്തെ ഭാഗത്തിലെ പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തലത്വത്തെ എങ്ങനെ അതിനെതിരെ ഉണ്ടായ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിവാദമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ച 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ 2-ാം അധ്യായം ഫുൾ, അതേ 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വരെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പഠനത്തോടുള്ള ബന്ധത്തിൽ 3ആയിട്ട് തിരഞ്ഞിരിക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ വായിച്ച ഈ 1-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, അത് അപ്പോസ്തലൻ അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, താൻ മറ്റ് പിന്നെ എന്താ പറയുക, അപ്പോസ്തലന്മാരെ കാണുന്നതിന് മുമ്പേ, അവരെ പ്രത്യേകമായി ദർശിക്കുന്നതിന് അല്ലെ അവരോട് സംഭാഷിക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകാൽ കർത്താവായ യേശു ക്രിസ്തുവിനാൽ അപ്പോസ്തലൻ ആയി നിയോഗിക്കപ്പെട്ടിരുന്നു. അതായത് ഇവർ പൊതുവെ പിന്നെ ലോകത്തിലെ സഭകൾ, അത് ഞാൻ പറയുന്നത് നാമധേയ സഭകളൊക്കെയാണ്, അവരൊക്കെ ഈ ഓർഡിനേഷൻ അല്ലെ വാഴിക്കൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു മെയിൻ സെൻറ്റർ ഉണ്ടാവും, അവിടെ പോയി വേണം ചെയ്യാനായിട്ട് അല്ലേ. ഇപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ യെരൂശലേമിൽ ചെന്നാലേ, അവിടെയാണല്ലോ സഭ ആദ്യമായിട്ട് തുടങ്ങിയത്, അവിടെ ചെന്ന് അപ്പോസ്തലന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും അവരൊക്കെ കൂടി വേണം ആശീർവദിച്ച് വിടാനായിട്ട്. അങ്ങനെ ഒരു കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ അപ്പോസ്തലന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ വിളിച്ചത് അപ്പോസ്തലനായിട്ട് അല്ലെങ്കിൽ പ്രത്യേക നിയോഗം നൽകിയിട്ട് തന്നെ. അതാണ് താൻ ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത്. കാരണം ഈ ജുഡൈസേഴ്സ്, അതായത് യഹൂദ മതം കൂടെ അനുസരിച്ചാലേ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവർ പറയുന്ന കാര്യം എന്നായിരുന്നു ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ. അപ്പോസ്തലൻ എന്ന് പറയുന്ന ഈ പൗലോസ് ശരിക്കും അപ്പോസ്തലനല്ല, ഇങ്ങേര് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇങ്ങേര് കർത്താവിനെ കണ്ടിട്ടില്ല. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പൗലോസ് ഉണ്ടായിരുന്നോ? കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് പൗലോസ് രക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ല കൂട്ടത്തിൽ വന്നിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ക്രൂശീകരണം കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോയി സ്തെഫാനസിന്റെ മരണവും കഴിഞ്ഞിട്ടാണ് താന് പിടിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പം ഈ വിഷയം പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിട്ട് പൗലോസിന്റെ ആശയങ്ങളും പൗലോസിന്റെ അപ്പോസ്തലത്വവും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അത് ഒറിജിനൽ അല്ല. താൻ പറയുകയാണ് ഈ വാക്യത്തിൽ, ഈ പിന്നെ 1-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ തറപ്പിച്ച് പറയുകയാണ്,
ആദ്യത്തെ ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന എന്നെ വിളിച്ചിരിക്കുന്നത് നേരിട്ട് പിതാവായ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നേരിട്ട് തന്നെ വിളിച്ചിരിക്കുകയാണ് എന്നുള്ളത് താൻ സ്റ്റേറ്റ് ചെയ്യാണ്. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ, അതായത് മറ്റുള്ളവർ ഒരിക്കൽ പൗലോസിനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ പൗലോസ് അവരുമായി ഇടപഴകിയപ്പോൾ തനിക്ക് മറ്റ് അപ്പോസ്തലന്മാർക്കുള്ള അതേ സ്ഥാനം നൽകി. അതാണ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, തൻ്റെ അപ്പോസ്തലത്വം എന്ന് പറയുന്നത് മറ്റ് അപ്പോസ്തലന്മാരെ കണ്ടതിന് ശേഷം അവരാൽ നൽകപ്പെട്ടതല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തു നേരിട്ട് നിയോഗം നൽകിയതാണ്. രണ്ടാമത്തെ കാര്യം, 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, മറ്റ് അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ച് യെരുശലേം ആ സഭയിലുണ്ടായിരുന്ന അവര് തന്നെ പിന്നീട് കണ്ടപ്പോൾ, അത് ഒരുപാട് നാളുകൾക്ക് ശേഷം, അതാ രസം, വളരെ ഈക്വലായിട്ട് അവരോട് സമനായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾക്കും തൻ്റെ ശുശ്രൂഷകൾക്കും ഒരു പ്രാധാന്യക്കുറവും കൽപ്പിക്കാതെ കൃത്യമായി ആ ബഹുമാനം നൽകിക്കൊണ്ട് തന്നെ അംഗീകരിക്കാനിടയായി തീർന്നു. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് 11 മുതൽ, അതായത് 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ, അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കർത്താവിനെ വെച്ചാൽ വിശദമായിട്ട് ചിന്തിക്കാം. അവിടെ താൻ പറയുകയാണ്, അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ പത്രോസിനെ പോലും ഒരു പ്രശ്നമുണ്ടായപ്പോൾ, അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ തിരുത്തുവാനായിട്ട് ആർക്ക് കഴിഞ്ഞു? പൗലോസിനെ കൊണ്ട് ദൈവം ഇടയാക്കി തീർത്തു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പൗലോസ് ഒരു കാരണവശാലും ഇവരെക്കാൾ താഴ്ന്ന അല്ലെ ഒരു സ്റ്റാറ്റസ് കുറഞ്ഞ ആളല്ല, കർത്താവായ യേശുക്രിസ്തു നേരിട്ട് നിയോഗിച്ച് അയച്ചിരിക്കുന്ന അപ്പോസ്തലനാണ്. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗങ്ങളിലേക്ക് വരാം. ഇവിടെ ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ പറയുണ്ടായി, ഈ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു 15 വർഷത്തെ ചരിത്രം വളരെ സംക്ഷിപ്തമായിട്ട് ആത്മകഥാംശമായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്ന് മുതലുള്ളതാണ്? ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ 15 വർഷത്തോളം. അതിലെ ഒരു 14 വർഷത്തെ കഥയാണ് ഇപ്പം നമ്മൾ ആ വായിച്ച 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് ആരെയും പ്രസാദിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുക്കണം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ അത് പ്രാപിച്ചത്. ആ 1-ാമത്തെ അധ്യായം തുടങ്ങിയപ്പോൾ താൻ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞ ആ കാര്യം ഒന്നും കൂടെ, ഇതിനകത്ത് പലപ്പോഴും ഇങ്ങനത്തെ റെപ്പറ്റീഷൻസ് വരും. കാരണം ഈ വിഷയത്തിൻ്റെ ഗൗരവം അത്രയ്ക്ക് വലുതാണ്. അന്നത്തെ തൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ഭാരം, അല്ലെ പിന്നെ ഇവിടെ 2-ാം അധ്യായത്തിൽ ഒരു ഇതുണ്ട്, ഒരു പ്രയോഗം, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ആണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇത്രയും നാളും നമ്മൾ പറയത്തില്ലേ, കാലം പിന്നെ രാത്രിയാകോളം വെള്ളം കോരിയിട്ട് വെറുതെ ആയിപ്പോയി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിക്കൊണ്ട കല ഉടയ്ക്കുന്ന പരിപാടി അത് ഒരു കാരണവശാലും നടക്കത്തില്ല. കാരണം താനും ബർന്നബാസും കൂടെയാണ് എവിടെ പോയത്? ഈ പറഞ്ഞ ഗലാത്യ എന്ന് പറഞ്ഞ ആ പ്രൊവിൻസിലേക്ക് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം പോയത്, അവിടെയുള്ള സ്ഥലങ്ങളിൽ പോയി ആൾക്കാരോട് സുവിശേഷം പറഞ്ഞത്, അവരെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്, ഇതിനെല്ലാം പിന്നിൽ എത്ര അധ്വാനമുണ്ട്. എന്നാൽ ഈ വന്ന് ദുരുപദേശം പഠിപ്പിക്കുന്ന ഇവർക്കാർക്ക് യാതൊരു അധ്വാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ആത്മാക്കളെ നേടുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഹൃദയവേദനയാണ്, അവർ തെറ്റിപ്പോവുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു പക്ഷേ എന്നറിയോ, ഒരു സാധാരണ ഒരു വിശ്വാസിയുടെ ആംഗിളിൽ ചിന്തിച്ചാൽ നമുക്കിത് വലിയൊരു സീരിയസ് ആയിട്ട് തോന്നത്തില്ല. എന്നാൽ ഞാൻ പല സുവിശേഷന്മാരെയും കണ്ടിട്ടുണ്ട്, അവർ ഈ ആൾക്കാർ പിന്മാറി പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം. ഒരാൾ പിന്മാറിപ്പോയാൽ എല്ലാവർക്കും വിഷമമുണ്ടാകും, എന്നാൽ ഇവരെ മുമ്പോട്ട് കൊണ്ടുവന്ന ആൾക്കാർക്ക് അതിഭയങ്കരമായ വിഷമമാണ്. കാരണം അവർ നഷ്ടപ്പെട്ടു പോവാണല്ലോ. ആ വേദനയാണ് താൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ആ അധ്വാനത്തെക്കുറിച്ച് താൻ പറഞ്ഞിട്ട് പറയുകയാണ്, ഇവിടെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല, അത് നിങ്ങളെ വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. പൗലോസ് ഈ തൻ്റെ 1-ാമത്തെ ഭാഗമായ ഈ ഇൻഡിപെൻഡൻറ്റ് അപ്പോസ്റ്റിൽ, അതായത് താൻ തികച്ചും സ്വതന്ത്രനായ മറ്റപ്പോസ്തലന്മാരെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ താൻ അപ്പോസ്തലത്വം പ്രാപിച്ചിരുന്നു എന്നുള്ള വിഷയം അവതരിപ്പിക്കുന്നത്, അവിടെ താൻ പ്രധാനമായിട്ട് പറയുന്ന കാര്യം, ഒന്നാമത്തേത് പൗലോസിൻ്റെ സുവിശേഷം താൻ പ്രസംഗിച്ച സന്ദേശം എന്ന് പറയുന്നത് അതൊരു വെളിപ്പാടിനാൽ ആയിരുന്നു. 11-12 വാക്യങ്ങളിൽ നമുക്കതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഈ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന മനുഷ്യനിൽ നിന്നുമല്ല മനുഷ്യനാലുമല്ല, അതായത് നോട്ട് ഒറിജിനേറ്റ് ഫ്രം മെൻ
എന്നുള്ളതാണ്. അതായത് മനുഷ്യന്റെ ഒരു കാര്യപരിപാടി ആയിരുന്നില്ല താൻ പ്രസംഗിച്ച സുവിശേഷം. പൗലോസ് അപ്പോസ്തലൻ ഇത് സ്വീകരിച്ചത് റെവലേഷൻ ബൈ ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകമായ വെളിപ്പാടിനാൽ ആണ്. ഈ കാര്യം പറയുമ്പോൾ, അതായത് പൗലോസിന്റെ ഈ പ്രത്യേകമായ വെളിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം തുടർന്നുള്ള വാക്കുകളിൽ പൗലോസ് നൽകുകയാണ്. അതിനെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, പൗലോസിന്റെ മാനസാന്തരത്തിന് മുമ്പുള്ള സംഭവങ്ങൾ. രണ്ട്, പൗലോസിന്റെ മാനസാന്തരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. മൂന്ന്, അതിനുശേഷമുള്ള സംഭവങ്ങൾ. അങ്ങനെ മൂന്ന് നിലയിൽ നമുക്ക്, അതായത് പൗലോസിന്റെ ചരിത്രം നമുക്കറിയാം. പൗലോസിന്റെ മാനസാന്തരത്തിന് മുമ്പുള്ള ചരിത്രം എന്തായിരുന്നു? സഭയെ ഉപദ്രവിച്ചാൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു സാധാരണ ഉപദ്രവമായിരുന്നോ? ഇന്നത്തെ കാര്യത്തിൽ പറയുന്ന പോലെ ഫേസ്ബുക്കിൽ കൂടെ 2 നോട്ട് എഴുതുന്ന ഉപദ്രവമായിരുന്നോ? അല്ല. അയ്യോ, ഒരു എന്താ പറയുക, ഫെനാറ്റിക് പെർസിക്യൂട്ടർ എന്ന പദമാണ് ഒരു ഗ്രന്ഥകാരൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായിട്ട് പേപ്പട്ടിയെ പോലെ ഓടി നടക്കരുത്. എന്തിനു വേണ്ടി? ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടി. നോക്ക്, ഈ മനുഷ്യന് അവിടെ ഒരുപാട് നമ്മൾ അതിൻ്റെ തൻ്റെ കൺവേർഷൻ, അതായത് മാനസാന്തരമായി ബന്ധപ്പെട്ട ഭാഗത്ത് അത് പറയുന്നുണ്ട്. ഒരുപാട് ചുമതലകളും റെപ്യൂട്ടേഷനും ഉണ്ടായിരുന്നു പൗലോസിന്. അതായത് പൗലോസ് ഇന്നത്തെ നിലയിൽ പറയുകയാണെങ്കിൽ കുറഞ്ഞ ഒരു 4 അല്ലെങ്കിൽ ഒരു ഏറ്റവും മിനിമം 3 PG എങ്കിലും ഉള്ള ഒരു ഡോക്ടറേറ്റോ അല്ല അതിനപ്പുറത്തോ ഉള്ള ജ്ഞാനം ഉള്ള വ്യക്തിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, ചരിത്രകാരന്മാർ പറയപ്പെടുന്നത്, ഇന്നത്തേതിന് തത്തുല്യമായിട്ട് ചിന്തിച്ചാൽ. അപ്പോൾ അത്രയും ക്രെഡിബിലിറ്റിയുള്ള, പാരമ്പര്യമുള്ള, മാത്രമല്ല ഈ മതം സംബന്ധിച്ചുള്ള എരിവ് മറ്റാരേക്കാളും ഭയങ്കരമായിട്ട് കാണിച്ചിരുന്ന ഈ വ്യക്തി, ഇദ്ദേഹം അവിടെ തന്നെ നിന്നാൽ മതി, ചില വാചകങ്ങൾ പറഞ്ഞാൽ മതി, ചില ആഹ്വാനങ്ങൾ നടത്തിയാൽ മതി. ബാക്കിയുള്ളവർ പോയി പണിയെടുത്തോളൂ, അല്ലെ അങ്ങനെ ഈ മതത്തിന്റെ ആളായതുകൊണ്ട് അങ്ങനെ കൂടുതൽ ആളുണ്ടായേനെ. പക്ഷേ താൻ തന്നെ അങ്ങോട്ട് പോവാണ്, ദമസ്കോസിലേക്ക് പോവാണ്. എന്താണ് കാര്യം? അവിടെയാണ് പറഞ്ഞത് ഭ്രാന്തമായ ആവേശം. എന്തിനു വേണ്ടിയിട്ട്? കർത്താവിനെ അല്ലെ ഈ ക്രിസ്തീയ മാർഗത്തെ ഉപദ്രവിക്കാൻ വേണ്ടി. അതായിരുന്നു തൻ്റെ പഴയ കാലം എന്ന് പറയുന്നത്. മാത്രമല്ല തൻ്റെ ഒരു ധാരണ, നമുക്കെല്ലാം നമ്മളെക്കുറിച്ചുള്ള ധാരണയുണ്ട്. പൗലോസിന് തന്നെക്കുറിച്ചുള്ള ധാരണ എന്ന് പറയുന്നത്, ഞാൻ ഒട്ടും മോശമല്ല. ഏത് കാര്യത്തിൽ? യഹൂദന്മാർ, ഒരു പക്ക യഹൂദൻ എന്നുള്ള നിലയിൽ ഞാൻ ഒട്ടും മോശമല്ല, ഒരു റിയൽ ജൂ, ഒരു എക്സലന്റ് ജൂ ആണ്. ഈ യഹൂദന്മാർക്ക് നമ്മളൊക്കെ പറയുന്ന പോലെ നല്ലൊരു കുടുംബക്കാരനാണ് എന്ന് പറയുന്ന പോലെ അല്ല. അവർക്ക് അവരിലെ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല പരിജ്ഞാനമുള്ള ഒരു വ്യക്തി, ഒരു പരീശൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രിവിലേജാണ്. മാത്രമല്ല ഈ പറയുന്ന എരിവും അല്ലെങ്കിൽ ഈ പറയുന്ന ജ്ഞാനവും ഒക്കെ ഒരു വ്യക്തി, ഒരു സാധാരണ ആള് ഒരു 10, 60, 75 വയസ്സൊക്കെ ആകുമ്പോഴാണ് നേടുന്നത്. അതാണ് ഈ മനുഷ്യൻ ഇത്രയും ചെറുപ്പത്തിലേ നേടിയെടുത്തത്. മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഈ മോശിക ന്യായപ്രമാണം, അതിൻ്റെ ആചാരങ്ങൾ, അതുപോലെ തന്നെ റബ്ബിമാരുടെ പ്രത്യേകമായ ഒരു പാരമ്പര്യമുണ്ട്. അതിലും പൗലോസ് വളരെയധികം മുതിർന്നിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും, സമയത്തിൻ്റെ സിംഹഭാഗവും പ്രത്യേകിച്ച് പഠനത്തോട് ബന്ധപ്പെട്ട് താൻ ഉപയോഗിച്ചിരുന്നു. ഇതാണ് പൗലോസ് എന്ന വ്യക്തിയുടെ മാനസാന്തരത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായി പറയേണ്ടത്. ഈ വ്യക്തി ആണ് പറയുന്നത്, ഞാൻ ന്യായപ്രമാണം പ്രസംഗിക്കാതിരിക്കുന്നത് എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, ന്യായപ്രമാണം കൂടി ഇതിന്റെ കൂട്ടത്തിൽ വേണം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ, ന്യായപ്രമാണം കൂടെ വേണമെന്നാണ് ഇവർ വാദിക്കുന്നത്. എൻ്റെ പൊന്ന് സ്നേഹിതന്മാരെ, പൗലോസ് പറയണം, എൻ്റെ പൊന്ന് സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, ഈ ന്യായപ്രമാണം കൂടെ പ്രസംഗിക്കണമായിരുന്നു. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. എനിക്കത് അറിയാൻ മേലായിട്ടല്ല പ്രസംഗിക്കുന്നത്. പിന്നെയോ ആദ്യത്തെ വാചകത്തിൽ പറഞ്ഞല്ലേ, ഇതല്ല ദൈവം എനിക്ക് പ്രത്യേകമായിട്ട് തന്ന വെളിപ്പാട്. മനസ്സിലായോ? ഇവിടെയാണ് തൻ്റെ ഈ മാനസാന്തരത്തിന് മുമ്പുള്ള ഈ അവസ്ഥകൾ പൗലോസ് വിശദീകരിക്കുന്നത്. താൻ എന്തുകൊണ്ടത് പ്രസംഗിക്കുന്നില്ല? കാരണം തൻ്റെ സ്വന്തം ചിന്തയുടെ ഒരു ഔട്ട്പുട്ട് അല്ല ഈ സന്ദേശം എന്ന് പറയുന്നത്. തൻ്റെ സ്വന്തം ചിന്തയുടെ ഒരു പ്രതിഫലനമല്ല ഈ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയോ ദൈവം പ്രത്യേകമായിട്ട് നേരിട്ട് വെളിപ്പെടുത്തിയതാണ് തൻ്റെ സുവിശേഷം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോസ്തലനായ പൗലോസ് വേറൊരു സുവിശേഷം ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ കാര്യം, താൻ അത് പിന്നെയും ആവർത്തിക്കാൻ കാര്യം,
ഇത് തൻ്റെ വ്യക്തിപരമായി തനിക്ക് ദൈവം വെളിപ്പെടുത്തിയതാണ് എന്നുള്ളത്, നേരിട്ട് വെളിപ്പെടുത്തിയതാണ് എന്നുള്ളത് ഒരു സംശയമില്ലാതെ, സംശയത്തിനൊരു വകയില്ലാതെ താൻ പറയുകയാണ്. അതായത് എങ്ങനെയാണ് പറയുന്നത്? ഞാൻ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നിരുന്നു. ഇതായിരുന്നു തൻ്റെ മാനസാന്തരത്തിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയുള്ള ഒരാൾ ഒരു കാരണവശാലും ഈ പ്രത്യേകമായ സന്ദേശം ദൈവികം ആണ് എന്നുള്ള ഒരു വിഷയം അല്ല അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ നിലയിൽ നിന്നും പ്രസംഗിക്കത്തില്ലായിരുന്നു. അതിനോട് ചേർന്ന് നിന്ന് ആ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങളോട് ഒന്നിച്ച് വളരെ ഭംഗിയായിട്ട്, എന്ന് പറഞ്ഞാൽ ഈ ജുഡൈസേഴ്സ് അല്ലെങ്കിൽ ഈ യഹൂദ മതം പഠിപ്പിക്കുന്ന ആൾക്കാർ പ്രസംഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട്, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ട്, കുറച്ചുകൂടെ ആൾക്കാർക്ക് കൺവിൻസിങ് ആയുള്ള രീതിയിൽ പ്രസംഗിക്കാൻ ആർക്ക് പറ്റുമായിരുന്നു? പൗലോസിനെ പറ്റുമായിരുന്നു. എന്നാൽ താൻ അത് ചെയ്യാത്തത് എനിക്കറിവില്ലായ്മ ഉണ്ടല്ലോ, മറിച്ച് പിന്നെ എന്തുകൊണ്ടാണ്? തനിക്ക് കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് പ്രത്യേകമായി വെളിപ്പെടുത്തിയതാണ് ഈ സുവിശേഷം എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇതായിരുന്നു തൻ്റെ മാനസാന്തരത്തിന് മുമ്പുള്ള കാര്യം. ഇനി തൻ്റെ മാനസാന്തരത്തോട് ബന്ധപ്പെട്ട ഇവൻസ് 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ അങ്ങനെ തുടർന്നു പോവുകയാണ്. ഓക്കെ, എന്തായിരുന്നു അപ്പോസ്തലനായ പൗലോസിൻ്റെ മാനസാന്തരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ? ദൈവം 3 കാര്യങ്ങൾ അപ്പോസ്തലനോട് ബന്ധപ്പെട്ട് ചെയ്തു. അത് അപ്പോസ്തലനോട് ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മളോട് ഓരോരുത്തരോടും ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. എന്തൊക്കെയായിരുന്നു ആ 3 കാര്യങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കിത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾക്ക് കൂട്ടത്തിൽ പറയാം അല്ലെങ്കിൽ ചിന്തിക്കാം. ഒന്ന് ആ പുസ്തകത്തിലേക്ക് നോക്കി. എന്തൊക്കെയായിരുന്നു ദൈവം പൗലോസിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ? വളരെ കറക്റ്റ് ഉത്തരം, ശരിയാണ്. ഒരു കൈയടി തീർച്ചയായിട്ടും തന്നിരിക്കുന്നു. അപ്പോ ജനനം മുതൽ എന്നെ, അതെ അറിവ് ഇത്ര ഒന്നും പറയണ്ട, ആദ്യത്തെ ഒറ്റ കാര്യം പറഞ്ഞാൽ ദൈവം പൗലോസിന് ചെയ്ത 3 കാര്യങ്ങൾ, അല്ലെ പൗലോസിനല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തോട് രൂപാന്തരത്തോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന്, ഗോഡ് സെറ്റ് അപ്പാർട്ട് ഹിം അപ്പാർട്ട് ഫ്രം ബർത്ത്. ജനനം മുതൽ വേർതിരിച്ചു. ജനനം മുതൽ വേർതിരിച്ചു എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു പ്രയോഗം 139 സങ്കീർത്തനത്തിനുണ്ട്. 2 ആഴ്ച മുമ്പ് അമ്മനെ കുറിച്ച് ഒരു പ്രസംഗം കേട്ടത് അല്ലേ? എന്നാ ഞാൻ അത് വാക്യം പറഞ്ഞാൽ മതി. 139 സങ്കീർത്തനത്തിലെ വാക്യം എന്താ? ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. അപ്പോ ആലോചിച്ച് നോക്കുക. ജനനം അതെ ജനനം മുതൽ, അതെ ഇവിടെ ജനനം മുതൽ എന്ന് മലയാളത്തിൽ എഴുതുന്നത്. ആ ജനനം എന്ന് പറയുന്നത് എവിടെയാണ്? പിണ്ടാകാരമായിരുന്നപ്പോൾ, അതിൽ ഒന്നുമില്ലാതിരുന്ന നാളിൽ എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? അത്രയും സെയിം അതേ ആശയം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് വേർതിരിച്ചത്? തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളോട് അറിയിക്കുവാൻ, ആസ് എ പ്രൊക്ലൈമർ, ഒരു ഘോഷകനായിട്ട്, ഒരു പ്രഘോഷകനായിട്ട് തന്നെ വേർതിരിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. ഇനി ഒന്നാമതായിട്ട് ജനനം മുതൽ തന്നെ വേർതിരിച്ചു. 2, അടുത്ത എന്താണ്? ജസ്റ്റ് ആ പുസ്തകത്തിലേക്കൊന്ന് നോക്ക്, കിട്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. കോൾ മീ ബൈ ഹിസ് ഗ്രേസ്, തൻ്റെ കൃപയാലാണ് എന്നെ വിളിച്ചത്. ആ ഉപദേശം പിന്നെയും കൊണ്ടുവരിക, മനസ്സിലായോ? തൻ്റെ കൃപയാൽ എന്നെ വിളിച്ചു. നമുക്കറിയാം, ലോകത്തിൽ ഒരാൾക്ക് എന്തുകൊണ്ടാണ് എല്ലാവരും രക്ഷിക്കപ്പെടാത്തത്? ഒരു ചോദ്യം അല്ലേ? ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ദൈവം രക്ഷാപദ്ധതി ഒരുക്കി അവിടെ വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയുന്നില്ല? ദൈവം കൃപയാൽ എല്ലാവരെയും വിളിക്കുകയാണ്. പക്ഷേ ഈ കൃപയാൽ വിളിക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കണം. പൗലോസിന് ഉണ്ടായ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ദൈവം തൻ്റെ കൃപയാൽ തന്നെ വിളിച്ചു. പോൾ റെസ്പോണ്ടഡ് ടു ദാറ്റ്. അതിനോട് താൻ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ വിളിയോട് നമ്മൾ പ്രതികരിക്കണം. ആൻഡ് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആസ് എ പേഴ്സണൽ സേവിയർ. കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കണം. അത് ദൈവം കൃപയാൽ വിളിക്കുമ്പോൾ പ്രതികരിക്കുന്നവർക്ക് മാത്രമാണ് സാധിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, എങ്കിലും ഒരു ഉറപ്പിന് വേണ്ടി ഒന്നും കൂടെ നമുക്ക് വാക്യെടുത്ത് വായിക്കാം. റോമാലേഖനം 8-30 വാക്യം.
കാണാറിയോ? ഒരു വാക്ക് പറഞ്ഞാൽ ബാക്കി പറയും. മുൻ നിയമിച്ചവരെ ശരിയായിട്ട് വായിച്ചു. ഇനി ഒന്നുകൂടെ കറക്റ്റായിട്ട് വായിക്കേ, കേക്കട്ടെ. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും തേജസ്കരിച്ചു വരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ സുവിശേഷത്തിന്റെ പൂർണ്ണമായ രക്ഷ എന്ന് പറയുന്നത് ഈ കാര്യത്തിലാണ് ഇരിക്കുന്നത്. അവിടെ ആദ്യമേ സംഭവിച്ചത് എന്താണ്? ഒരു മുൻ നിയമനം. മുൻ നിയമിച്ചവരെ അല്ലെങ്കിൽ മുൻ കണ്ടവരെയാണ് എന്ത് ചെയ്യുന്നത്? വിളിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം ആ നില എന്ന് പറഞ്ഞാൽ ദൈവം ചിലരെയൊക്കെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, അവരെ മാത്രം വിളിക്കുന്നു, അതല്ല അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാം ആരൊക്കെ രക്ഷിക്കപ്പെടും എന്നുള്ളത്, അത്ര മാത്രമേ അതിന് അർത്ഥമുള്ളൂ. പക്ഷെ എന്നാലും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? മുൻ നിയമിക്കുന്നുണ്ട്. പ്രീ അപ്പോയിന്റഡ് ആ മുൻ നിയമനത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു അല്ലെങ്കിൽ വിശദീകരിച്ചു, അവരെ തേജസ്കരിക്കുന്നു. അപ്പൊ ഇതാണ് ആ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവം ഒന്നാമത് ജനനം മുതൽ വേർതിരിച്ചു. ആ വേർതിരിച്ചത് മാത്രമല്ല, തന്നെ വിളിച്ചു കൃപയാൽ. ഇനി മൂന്നാമത് ഒരു കാര്യം കൂടെ ചെയ്തു. എന്താണ്? ഒന്ന് വായിച്ചു നോക്കിയേ. മൂന്നാമത്തെ പോയിന്റ്, ദൈവം പിന്നെ വേർതിരിച്ചു, അല്ലെ ജനനം മുതൽ വേർതിരിച്ചു, കൃപയാൽ വിളിച്ചു. കഴിഞ്ഞില്ല, തൻ്റെ പുത്രനെ പൗലോസിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ എന്നിൽ യേശു കർത്താവിനെ വെളിപ്പെടുത്താനായിട്ട് ദൈവം പ്രസാദിച്ചു. ഇതാണ് ഒരാളുടെ മാനസാന്തരത്തിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ആ അനുഭവത്തിൽ നടക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ചില്ലറക്കാരാണോ? ഞാൻ ഒരു ചില്ലറക്കാരനാണോ എന്ന് ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ പറയത്തില്ലേ, ഈ ഒരു പിന്നെ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ പിന്നിലെ കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. എന്തെല്ലാം സംഭവങ്ങളാണ് അതിനോട് ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. പിന്നെ ഒരു നീറ്റ് കക്കയുടെ മുകളിലേക്ക് വെറുതെ അത് മണ്ണി കുടഞ്ഞിട്ടിട്ട് അല്ലെങ്കിൽ ഒരു തറയിൽ കുടഞ്ഞിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം കുറേ അത്ഭുതങ്ങൾ, കുറേ കാര്യങ്ങൾ സംഭവിക്കും, ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് അതെനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അവിടെ നിന്ന് തീയും പുകയൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ടും പൊടിഞ്ഞ് നല്ല ഭസ്മം പോലത്തെ പൊടിയായിട്ട് മാറും. അതിൻ്റെ കളറാകപ്പാടെ മാറും, അപ്പിയറൻസ് ആകെ മാറും, ശക്തമായ ചൂട് അതിൽ നിന്നുണ്ടാകും. അതിൻ്റെ ഘടനയിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ഇതുപോലെയാണ് ദൈവം നമ്മളെ രക്ഷിച്ചു, അല്ലെങ്കിൽ ഈ കൃപയാൽ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. വിശ്വാസം എന്ന വളരെ ലളിതമായ ഒരു വ്യവസ്ഥയിലൂടെ നമ്മൾ ആ വലിയ പദ്ധതിയുടെ ഭാഗമായി. ഇതൊക്കെയാണ് നമുക്ക് ഒറ്റ വാക്കിൽ രക്ഷിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ സയൻസ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡിഫറൻറ്റ് സ്റ്റെപ്പ് എത്ര അത്ഭുതമാണ് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജനനം അതിനു മുന്നേ നമ്മളെ കർത്താവ് മുൻനിർണയിക്കാൻ ഇടയായിരുന്നു. കർത്താവിന് സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ ആ വലിയ മുൻനിർണയ പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞില്ല, തൻ്റെ കൃപയാൽ മാത്രം എന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെയും തീർന്നില്ല. മൂന്നാമത്തെ കാര്യം, തൻ്റെ പുത്രനെ എന്നിലൂടെ വെളിപ്പെടുത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചു. പൗലോസിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ വെളിപ്പെടുത്തൽ ഉണ്ടായത്? നമുക്കറിയാം. ദമസ്കോസിലേക്ക് പോണ ആ വഴിയിൽ ഒരു ഔട്ട്വേർഡ് വിഷൻ, വ്യക്തമായ ഒരു 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 ബാഹ്യ വെളിപ്പെടുത്തൽ ഉണ്ടായി. പൗലോസ് കണ്ടു, പക്ഷെ കണ്ണടിച്ചു. ശബ്ദം കേട്ടു മറ്റുള്ളവരൊക്കെ, പക്ഷെ കാഴ്ചയൊന്നും കണ്ടില്ല. സൂര്യനെ കവിയുന്നൊരു വെളിച്ചം ചുറ്റി മിന്നി വാഹനമൃഗത്തിന്റെ മുറത്തുനിന്ന് താഴെ വീണു. അപ്പോഴാണ് ചോദിച്ചത്, നീ ആരാകുന്നു? കർത്താവേ. മറുപടി വന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. ആ കാഴ്ച പൗലോസ് കാണാനായിട്ട് ഇടയായി തീർന്നു. കഴിഞ്ഞില്ല, അന്നത്തെ ദിവസം കൊണ്ട് പരിപാടി തീർന്നു. താൻ ഇരുട്ട് തപ്പി അല്ലെങ്കിൽ കണ്ണ് കാണാത്തവനായിട്ട് അവിടെ പോയി. അനന്യാസ് വന്നു. അനന്യാസ് പിന്നെ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. പൗലോസ് കാഴ്ച പ്രാപിച്ചു. അതിനുശേഷം ഭക്ഷണം കഴിച്ചു, സ്നാനമേറ്റു. ഇതൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ നിന്ന് എന്തായിരുന്നു? ഒരു വലിയ വ്യത്യാസം പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഇതാണ് ഒരു ഇൻവേർഡ് വിഷൻ എന്ന് പറയുന്നത്. ആന്തരികമായ ഒരു ദർശനം. ബാഹ്യമായ ദർശനം തനിക്ക് വലിയ ഒരു സംഭവമായിട്ട്, ഒരു വലിയ ഒരു എന്താ പറയുന്നത്, ഒരു പ്രകമ്പനമായിട്ട് തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. എന്നാൽ അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായ ആന്തരിക ദർശനം, അത് ആ ബാഹ്യമായ ദർശനം ഒറ്റ നിമിഷം കൊണ്ടായിരുന്നു സംഭവിച്ചെങ്കിൽ ആന്തരിക ദർശനം
തൻ്റെ ജീവിതത്തിൽ കുറേ കാലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ അവസാന നിമിഷം വരെയും അത് വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടേയിരുന്നു. പൂർണ്ണമായും ആ രീതിയിൽ താൻ മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ രീതിയിൽ സംഭവിച്ചതിലൂടെ ആത്യന്തികമായിട്ട് ദൈവം ചെയ്തത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം എന്താണ് പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ ഇത്ര എരിപൊരി തീപ്പൊരിയായിട്ട് ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോയി നടന്ന പൗലോസ് ഒറ്റ നിമിഷം കൊണ്ട് എന്തായി? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി, അല്ലെങ്കിൽ അതിനേക്കാൾ തൻ്റെ അപ്പോസ്തലനായിട്ട് മാറുവാനിടയായിത്തീർന്നു. അനന്യാസിനോട് പറയുന്നുണ്ട്, അവൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. മാത്രമല്ല തന്നെ ജാതികൾക്ക് മുമ്പിൽ എന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ആണ് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നോക്കുക, എത്ര വലിയ ഉദ്ദേശം ആ തൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ശരിക്കും ആരുടെ ജീവിതം? അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം. അപ്പം ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിലെ കൂടെ കർത്താവിനെ വെളിപ്പെടുത്തുക, പൗലോസിലൂടെ ക്രിസ്തുവിനെ ലോകത്തിൽ പ്രദർശിപ്പിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ ലോകത്തിൽ പ്രദർശിപ്പിക്കാനായിട്ട് തൻ്റെ ജീവിതം, തൻ്റെ പ്രവൃത്തി, മരണം, അടക്കം, പുനരുദ്ധാനം, ഇതൊക്കെ വിശദീകരിക്കാനായിട്ട് ബൈബിളിൽ 4 സുവിശേഷങ്ങൾ എഴുതുന്നുണ്ട് അല്ലേ? നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ്, യോഹന്നാൻ. 5ാമത് ഒരു സുവിശേഷം കൂടെ ഉണ്ട്. ഏതാണത്? നമ്മളാകുന്ന സുവിശേഷം. ഒരു സഹോദരൻ പറഞ്ഞത് വളരെ ശരിയായ ഉത്തരമാണ്. ആ സുവിശേഷം എന്ന് പറയുന്നത് ഞാനാണ്, നിങ്ങളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വരച്ച് കാണിക്കുവാൻ ദൈവം ലോകത്തിൽ ഓരോ പാത്രങ്ങളെ എടുത്തിരിക്കുകയാണ്, അല്ലെ ഓരോ പേപ്പറുകളെ എടുത്തിരിക്കുകയാണ്, അല്ലെ ഓരോ പ്രതലങ്ങളെ തയ്യാറാക്കിയിരിക്കുകയാണ്. ആരാണത്? ഞാൻ, നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും. അവിടെ കർത്താവിനെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്നത്തെ രാത്രികാലം ആത്മാർത്ഥമായിട്ട് നമ്മളോട് ഈ ചോദ്യം ചോദിക്കണം. കർത്താവ് ഇത്ര വലിയ പദ്ധതിയിലൂടെ, ഇത്ര വലിയ പ്രോസസ്സിലൂടെയാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. തൻ്റെ മുൻനിർണയം, തൻ്റെ വിളി മാത്രമല്ല, തൻ്റെ പുത്രനെ നമ്മളിൽ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് പ്രസാദമാണ്. ആ പ്രസാദിച്ചിരിക്കുന്നത്, ആ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? തന്നെ ജാതികൾക്ക് വെളിപ്പെടുത്തുവാനായിട്ട്, ആരെ? യേശു കർത്താവിനെ ജാതികൾക്ക് വെളിപ്പെടുത്തുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസിനെ പ്രത്യേകം കർത്താവ് നിയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം പൗലോസിൻ്റെ മാനസാന്തരത്തോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്കറിയാം. അതിന് മുന്നുള്ള തൻ്റെ ചരിത്രം അവിടെ പറഞ്ഞു, മാനസാന്തരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ. ഇനി അതിനുശേഷം ഇവൻസ് ആഫ്റ്റർ പോൾസ് കൺവേർഷൻ, 16ാമത്തെ വാക്യം മുതൽ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഈ കാലാവധി എന്ന് പറയുന്നത് 18ാം വാക്യത്തിൽ വായിക്കാനായിട്ട് സാധിക്കും, 3 വർഷമാണ്. ദമസ്കോസിൽ വെച്ചിട്ട് ഇങ്ങനൊരു വലിയ അടി കിട്ടി. അപ്പോൾ പൗലോസിന് അറിയാം ശരിക്കും സ്തെഫാനോസിൻ്റെ ആ പ്രസംഗം മുതൽ അവിടെ യെരുശലേമിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്, നേതാക്കന്മാരാരാണ്, ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ആരാണ്, ഇതെല്ലാം തനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവരെയൊക്കെ പൗലോസ് അവരെക്കുറിച്ച് കേട്ടിട്ടോ അല്ലെ കണ്ടിട്ടോ ഒക്കെ ഉണ്ട്. എന്നാൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായപ്പം ഈ പറയുന്ന ഒരു വലിയ അടി കിട്ടി, നേരെ എന്നാൽ അവരുടെ അടുത്തേക്ക് പോവാം, അങ്ങനെയാണോ പൗലോസ് ചിന്തിച്ചത്? പൗലോസിൻ്റെ ജീവിതത്തിലെ ഈ ഇവൻസ്, കൺവേർഷൻ, അതായത് മാനസാന്തരത്തിന് ശേഷമുള്ള ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഈ പൗലോസ് ഈ ചരിത്രം പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും മറ്റാരിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, പിന്നെ ദൈവം തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് എനിക്ക് വെളിപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. അത് തെളിയിക്കാനാണ് ഞാനിത് പറഞ്ഞത്. നേരെ എങ്ങോട്ടാണ് പോയത്? അറബിയിലേക്ക്. ഒരു തരത്തിലുള്ള ആൾക്കാരുടെ, പ്രത്യേകിച്ച് ഈ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അവരുടെ സഖിത്വമോ അല്ലെ അവരുടെ ഒരു സംസർഗവും ഇല്ലാതെ, അവരിൽ നിന്നൊന്നും ഒരു ഉപദേശം പഠിക്കാനുള്ള ഒരു അവസരമില്ലാതെ, മറ്റ് സഹോദരന്മാരെ രക്ഷിക്കപ്പെട്ടവരായ സാധാരണ വിശ്വാസികളെ താൻ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അവരിൽ നിന്നൊരു ഉപദേശം പഠിക്കാനായിട്ടുള്ള അവസരമില്ല. അതിന് താന് അവസരം എടുക്കാതെ താൻ അറബിയിലേക്ക് പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്കറിയാം, താൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ ജനനത്തിന് എൻ്റെ മാനസാന്തരത്തിന് മുമ്പ് തൻ്റെ പ്രത്യേക നിയോഗപ്രകാരമാണ് ദൈവം എന്നെ കൊണ്ടുവന്നത്. എൻ്റെ മാനസാന്തരത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പ്രത്യേക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേക നിയോഗപ്രകാരമാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അത് മാത്രമല്ല,
എൻ്റെ ഈ മാനസാന്തരത്തിന് ശേഷവും എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം ആരുടെ പ്രത്യേക നിയോഗപ്രകാരമാണ്? യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകമായ നിയോഗപ്രകാരമാണ്. ഏകദേശം 3 വർഷങ്ങൾ അവിടെ പിന്നെ താൻ കഴിയാനിടയായി തീർന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസോട് സംഗ്രഹിക്കുന്ന ഒറ്റ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: തൻ്റെ പക്കൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷം, ഈ തിയോളജി, ഈ ഉപദേശം എന്ന് പറയുന്നത് ഇത് മറ്റാരുടെയും സ്വാധീനത്താലോ അവരുടെ പിന്നെ പഠിപ്പിക്കലുകളാലോ ഉണ്ടായിരിക്കുന്നതല്ല. തൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇഷ്ടപ്രകാരം, ആ ഗൈഡൻസ് പ്രകാരം നൽകിയിരിക്കുന്നതാണ്. ഇനി അതിൻ്റെ 18 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, അത് വളരെ സംക്ഷിപ്തമായിട്ട് അടുത്ത ചില ചരിത്രങ്ങൾ പറയുകയാണ്. എന്താണത്? 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നുള്ളതിന് ദൈവം സാക്ഷി. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 3 വർഷത്തെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് താൻ യെരുശലേമിലേക്ക് വരുന്നത്, അത് അതിൻ്റെ കാര്യം അറിയണം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. 25 തൊട്ട് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 9:25. അതിന് മുമ്പേ അതായത് 15 ദിവസം അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കാര്യമാണ് എന്തായിരുന്നു? ഒരു അവിടെയുള്ള യവന ഭാഷക്കാരായ യഹൂദന്മാർ എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട്. അത് കണ്ടായിരുന്നു? അത് യെരുശലേമിലേക്ക് വന്നു. ആരെ കാണാൻ? അപ്പോസ്തലന്മാരെ കാണാനായിട്ട്. കണ്ടു. ആരെ കണ്ടു? അപ്പോസ്തലനായ പത്രോസിനെ കണ്ടു. കൂടെ ആരെ കണ്ടു? യാക്കോബ്, കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ കണ്ടു. ഈ 2 പേരെ കാണാൻ പറ്റുള്ളൂ. കാരണം എന്നാ, അവിടെ അധികം ദിവസം നിൽക്കാൻ പറ്റിയില്ല. കുറച്ച് ദിവസം നിൽക്കാന്നൊക്കെ വിചാരിച്ചാൽ വന്നത്. പക്ഷേ യവന ഭാഷക്കാരായ യഹൂദന്മാർ പൗലോസിൻ്റെ നേരെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊല്ലുവാനായിട്ട് തയ്യാറായി. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ അവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. പൗലോസ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അറിഞ്ഞാൽ ഉള്ളൂ. ആ സമയത്തും പ്രത്യേകിച്ചൊരു ഉപദേശം പഠിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. കാരണം വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രം. മാത്രമല്ല, കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ മാത്രമേ പത്രോസിനെ കൂടാതെ കാണാനായിട്ട് സാധിച്ചുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്തു? അങ്ങനെ അവര് ശിഷ്യന്മാർ പൗലോസിനെയും അവിടെ നിന്ന് മാറ്റാനിടയായി തീർന്നു. പൗലോസ് എങ്ങോട്ട് പോയെന്ന് പറയുന്നത്? സുറിയ, കിലിക്കിയ മുതലായ സ്ഥലങ്ങളിലേക്ക് താന് പോകാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ ഞാൻ സുറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദിയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. 3 വാക്യങ്ങൾ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് എത്ര വർഷത്തെ ചരിത്രം അറിയോ? 14 10 വർഷത്തെ, അതായത് 3 ആണ്ട് കഴിഞ്ഞിട്ടുള്ളത് 10 വർഷത്തെ ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ടു. ദമസ്കാസിലേക്കുള്ള വഴിയിലായിരുന്നു. അവിടെ നിന്ന് താൻ എന്ത് ചെയ്തു? 3 വർഷം അറേബ്യയിലേക്ക് പോയി. എന്താ വല്ലതും പറഞ്ഞു? ഇല്ല, അറേബ്യയിലേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നിന്ന് തിരിച്ച് ഒരു ഷോർട്ട് വിസിറ്റ്, 15 ദിവസത്തെ ഒരു സന്ദർശനം എങ്ങോട്ട് വന്നു? യെരുശലേമിൽ വന്നു. അവിടെ വന്നിട്ട് അപ്പോസ്തലന്മാരുടെ കൂടെ ചെലവഴിക്കണമെന്ന് വിചാരിച്ച വന്നത്. എങ്കിലും അത് നടന്നില്ല. കാരണം ഒരു കലഹം അവിടെ ഉണ്ടായി. തനിക്ക് ജീവന് ഭീഷണി ഉണ്ടായതിനാൽ വീണ്ടും എങ്ങോട്ട് പോയി? യഹൂദ്യ ദേശം, അതായത് സിറിയ, കിലിക്കിയ എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിലേക്ക് പോകാനിടയായി തീർന്നു. ഈ കാര്യം കൊണ്ട് അവിടെ എത്ര നാളുണ്ടായിരുന്നു? 10 വർഷം, നീണ്ട 10 വർഷങ്ങൾ അവിടെ താൻ ഈ സുവിശേഷം അറിയിച്ച് മുമ്പോട്ട് പോകാനിടയായി തീർന്നു. ഇതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത്രയും നാളുകൊണ്ട് ഈ പൗലോസിനെ കുറിച്ച് യഹൂദയിലെ വിശ്വാസികൾ കേട്ടിട്ടുണ്ട്. ഇത്ര ഭയങ്കര തീവ്രവാദിയായ ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. എന്നാൽ അതിനു മുമ്പ് അവർക്ക് ഭയമായിരുന്നു ആരെ? പൗലോസിനെ. കാരണം ക്രിസ്ത്യാനികളെല്ലാം കൊന്നു മുടിക്കുകയാണല്ലോ. അവരെല്ലാം നശിപ്പിക്കേണ്ടതിന് വേണ്ടി അധികാരപത്രം വാങ്ങിച്ചാണ് അനന്യാസ് പോലും പറയുന്നത്. അതാണ് ആ ചിന്താഗതി മാറി. പക്ഷെ ഇവരിപ്പോൾ പൗലോസിനെ കുറിച്ച് മറന്നേ പോയി. കാരണം ഇദ്ദേഹത്തെ കേൾക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ആ റേഞ്ചിന് വിട്ട്, അവരുടെ ദൂരപരിധിക്ക് വിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പൗലോസ് തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഏരിയ മാറിയത് കൊണ്ട് അവർക്ക് ആർക്കും പൗലോസിനെ കുറിച്ച് ഇപ്പോൾ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അവർക്ക് ഒരു കാര്യം അറിയാം. അതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്. എന്തായിരുന്നു?
മുമ്പേ 23-ാം വാക്യം, നമ്മുടെ വിശ്വാസത്തെ മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു. ഇത് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തോന്നണം? ഒരു മാനുഷികമായ നിലയിൽ ചിന്തിച്ചാൽ അങ്ങനെ പറഞ്ഞു അല്ലേ? ദൈവത്തിൻ്റെ ഓരോ പരിപാടി നോക്കി. ദൈവം പിന്നെ ഈ മുള്ളുകൊണ്ട് എടുക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഇവരെന്താ ചെയ്തത്? അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല എന്ന് കേട്ട് ദൈവത്തെ, പൗലോസിന്റെ സ്വന്തം ഭാഷയിൽ പറയുന്നുണ്ട്, എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വം. ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ പ്രത്യേകമായ സംഭവങ്ങൾ അതെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള കാര്യങ്ങളായിട്ട് മാറണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഞാനിപ്പോൾ പറയുന്നത് ഈ യഹൂദിയിലെ വിശ്വാസികളെ കുറിച്ചാണ്. ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്ന ധാരാ സിംഗ്, അദ്ദേഹം രക്ഷിക്കപ്പെടാനിടയായി എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതായത് ഗ്ലാഡിസ് സ്റ്റെയിൻസ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ആ വ്യക്തിയോട് എനിക്കൊരു വിരോധമില്ല, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ആ വ്യക്തി മനസ്സിലാക്കണം എന്ന് മാത്രമാണ്. ഇങ്ങനെ കർത്താവിനെ ഉപദ്രവിച്ച, ദൈവനാമത്തെ ഉപദ്രവിച്ച അനേകര് ദൈവമക്കളായിട്ട് പിന്നീട് തീരുവാനിടയായി തീർന്നു. അത് മുഖാന്തരം പിന്നെ ആത്യന്തികമായി കർത്താവിനെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി തീർന്നു. ഇവിടെ ഈ പൗലോസിനുണ്ടായ മാറ്റം, പൗലോസിനെ കൊണ്ട് ദൈവം തൻ്റെ വൻ കാര്യങ്ങൾ ചെയ്യിക്കുന്നു എന്നുള്ളത് കേട്ടപ്പോൾ ഈ സഭയിലെ ഈ വിശ്വാസികൾ അവരെന്ത് ചെയ്തു? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ദ ചർച്ചസ് ഇൻ ജൂയ പ്രൈസ് ഗോഡ് ബിക്കോസ് ഓഫ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം, പിതാവായ ദൈവത്തിന് മഹത്വം. കാരണം എന്താ? പൗലോസ് എന്ന വ്യക്തി നിമിത്തം. ഒരിക്കൽ സഭയെ മുടിക്കാൻ തുനിഞ്ഞിറങ്ങിയ ആ വ്യക്തിയെ കർത്താവ് പിടിച്ച് തൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷക്കാരനാക്കി മാറ്റില്ലോ, തൻ്റെ അപ്പോസ്തലനാക്കി മാറ്റില്ലോ എന്ന് പറയാനായിട്ട് ഇടയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ രൂപാന്തരം വേറൊരാൾ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയായി തീരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതം കണ്ടിട്ട് വേറൊരാൾ ദൈവത്തെ കുറ്റം പറയാനായിട്ട് ഒരു കാരണവശാലും പാടില്ല. ദൈവത്തിൻ്റെ നാമത്തെ അപമാനിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തിന് ഒരു പുകഴ്ചയ്ക്ക് പകരം ഒരു മോശം വരുത്തുവാനായിട്ട് എൻ്റെ ജീവിതം ഇടയാകുന്നെങ്കിൽ, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ഇടപെടലുകൾ ഇടയാകുന്നുണ്ടെങ്കിൽ അതിൽ പരം വലിയൊരു നാശമില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. പൗലോസിൻ്റെ ജീവിതം 10 വർഷത്തെ ഒരു ചരിത്രം അല്ലെങ്കിൽ 14 വർഷത്തെ ഒരു ചരിത്രം വളരെ സംക്ഷിപ്തമായിട്ട് താൻ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഒരിക്കൽ കേട്ടിരുന്ന, ഒരുപക്ഷെ മനസ്സിലാക്കിയിരുന്ന ആൾക്കാർ അവർ ഇപ്പോൾ പൗലോസിനെ ഓർക്കുമ്പോൾ കർത്താവേ സ്തോത്രം, പിതാവായ ദൈവമേ അങ്ങ് വലിയവൻ, ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ നിലയിൽ ഉപയോഗിക്കാനായിട്ട് അവിടത്തേക്ക് കഴിയുന്നല്ലോ, അവരത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ പൗലോസ് തന്നെ ഈ വളരെ 14 വർഷത്തെ ഒരു ചരിത്രം വളരെ സംക്ഷിപ്തമായി അവതരിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. തൻ്റെ മാനസാന്തരവും നിയോഗങ്ങളും പൂർണ്ണമായും ദൈവത്തിന് കടംപെട്ടിരിക്കുന്നു. അതിൽ വേറെ ആർക്കും യാതൊരു റോളുമില്ല. ആത്മാർത്ഥമായിട്ട് ഇത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാനായിട്ടുള്ളത്. രക്ഷിക്കപ്പെടുക, രക്ഷ എന്നുള്ള വിഷയത്തിൽ നമ്മുടെ ഈ ജീവിതത്തോട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വേറെ ആർക്കും ഒരു റോളുമില്ല. കർത്താവിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും അത് അവിടുത്തേത് മാത്രമാണ്. ഇത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ചെറിയ ഒരു സമയത്തിന് നമ്മൾ ആ 2-ാമത്തെ അധ്യായം ഒന്ന് തുടങ്ങി വയ്ക്കാം. അടുത്ത വാക്യങ്ങൾ ഒന്ന് വായിക്കാം, 5 വരെയുള്ള വാക്യങ്ങൾ. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ധർമ്മമാസമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ച് എത്ര പോയത്, ഞാൻ ഓടിയത് വെറുതെ എന്ന് വരാതിരിക്കാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് യവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ ഒഴിഞ്ഞു വന്ന വെള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമ്മൾക്കുള്ള സ്വാതന്ത്ര്യവും ഉറ്റുനോക്കുവാൻ ഒഴിഞ്ഞു വന്നിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിനും ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തിട്ടില്ല. മതി. ഇത് നമ്മുടെ 2-ാമത്തെ ഭാഗം. അതായത് 15 ദിവസത്തെ ഒരു സന്ദർശനത്തിന് വേണ്ടി വന്നപ്പം 2 പേരെ കണ്ടുള്ളൂ. ആരെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? പത്രോസിനെ, യോഹന്നാനല്ലേ, യാക്കോബ്, അവരെ 2 അപ്പോസ്തലന്മാരെ കാണാനിടയായിട്ടുള്ളത്. അതിനുശേഷം താൻ സുറിയ കിലിക്കിയ ദേശങ്ങളിലേക്ക് പോയി അവിടെ കർത്താവ് പൗലോസിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയായി തീർന്നു. അത് കേട്ടിട്ട് ആരും ദൈവത്തെ മഹത്വപ്പെടുത്തി? യെരൂശലേമിലെ അവിടെയുള്ള വിശ്വാസികൾ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായിട്ടുണ്ട്. പിന്നീട് താൻ തിരിച്ചു വരിക. എങ്ങോട്ട്? യെരൂശലേമിലേക്ക് വരിക. ആരെ കാണാനായിട്ടാണ്? ഈ അപ്പോസ്തലന്മാരെയൊക്കെ ഒന്ന്
കാണാനായിട്ട് വരികയാണ്. അപ്പോൾ അതിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. കാരണം വെറുതെ അല്ല വരുന്നത്. രണ്ടാം അധ്യായത്തിന് തുടങ്ങിയപ്പോൾ തന്നെ പറയാണ്, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് വന്നു. ഞാൻ വന്നത് വെറുതെ അല്ല, പിന്നെ എന്തിനാണ്? ഒരു വെളിപ്പാടനുസരിച്ച് അത്ര വന്നു. അപ്പോൾ പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. വെളിപ്പാടെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഡയറക്ഷൻ തനിക്ക് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അല്ലെങ്കിൽ തൻ്റെ അപ്പോസ്തലത്വവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, തൻ്റെ സുവിശേഷത്തിൻ്റെ സന്ദേശത്തിൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ അതിൻ്റെ എല്ലാം നിയോഗം, ആ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഉണ്ടായതാണ്. മനുഷ്യൻ്റെ യാതൊരു പഠിപ്പിക്കലും ആയിരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞു വെച്ചു. രണ്ടാമത് ഞാൻ മുമ്പേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2-ാം അധ്യായത്തിൽ പറയുന്ന വിഷയം, ഒന്നാമതായിട്ട് പറയുന്നത് അപ്പോസ്തലന്മാർ തന്നെ ഇതൊരു കുറഞ്ഞ ആള്, പുള്ളി ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ, അവിടെ പ്രവർത്തിക്കുന്ന ദാസനാണല്ലോ, ആ ദാസൻ ഇവിടുത്തെ ദാസന്റെ അത്ര ഒരു സ്റ്റാൻഡേർഡ് വേണ്ട, അങ്ങനെയൊന്നും അല്ല. ഒരു ഈക്വൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഏറ്റവും മാന്യമായിട്ട് ഉള്ള പരിഗണന നൽകാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ പൂർണ്ണ ബഹുമാനം ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പത്രോസും മറ്റുള്ളവരും, അവരെല്ലാം ആർക്ക് കൊടുത്തു? പൗലോസിനെ കൊടുത്തു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇവിടുത്തെ സംഭവം? പൗലോസിന്റെ കൂട്ടത്തിൽ 2 പേരോട് ഉണ്ട്. ആരൊക്കെയാണ്? ബർന്നബാസും തീത്തോസും. ഈ സംഭവം നടക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് പൗലോസ് ഇവരെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പൗലോസ് അറിയിക്കുന്ന സുവിശേഷം ദൈവികമാണെന്ന് മറ്റപ്പോസ്തലന്മാർ ഗ്രഹിക്കുകയും അതിനോട് യോജിക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവർക്ക് യാതൊരു വിയോജിപ്പില്ല. വി ആർ 100% എഗ്രിയിങ് വിത്ത് യു എന്നാണ് അവർ സമ്മതിക്കുന്നത്. 2-ാം അധ്യായത്തിൽ പൗലോസ് ഊന്നൽ കൊടുക്കുന്നത് ഈ സുവിശേഷത്തിന്റെ ഉറവിടത്തെക്കുറിച്ചല്ല, മറിച്ച് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ്. 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് തൻ്റെ അപ്പോസ്തലത്വം അല്ലെ സുവിശേഷത്തിന്റെ ആധികാരികത, അതിൽ സുവിശേഷത്തിന്റെ ഉറവിടം അത് ദൈവത്തിൽ നിന്നാണ്, മനുഷ്യൻ്റെതല്ല, മനുഷ്യനാലല്ല, ഇതാണ് താൻ തെളിച്ചു പറഞ്ഞത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നല്ലോ, ഉള്ളടക്കം, അതായത് ഇതിന്റെ കണ്ടന്റ്, ഉറവിടം ദൈവത്തിൽ നിന്നാണ്. ഇനി ഉറവിടം അവിടെ നിന്നാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും കൂടെ ഇട്ടിട്ട് അല്ല, ഈ ഉള്ളടക്കവും ആരുടേതാണ്. അതുകൊണ്ടാണ് മറ്റ് ഉള്ളവർ അതിനെ 100% അഡാപ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെ 100% അതിനോട് യോജിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം നമുക്ക് ലഭിക്കുന്ന ഈ ഉപദേശത്തിന്റെ അതിന്റെ ഉറവിടം പോലെ തന്നെ ഉള്ളടക്കവും പ്രധാനപ്പെട്ടതാണ്. അതും മാറാനായിട്ട് പാടില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ, ഈ ഉപദേശ സത്യങ്ങളിൽ ഗാഢമായിട്ട് ഉറയ്ക്കുവാൻ ഇടയായിത്തീരണം. പിശാച് ഏറ്റവും അധികം പണിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ വ്യതിചലിപ്പിക്കാനായിട്ട് സാധ്യതയുള്ള വിഷയങ്ങളാണ് ഈ ഞാൻ പറഞ്ഞു വരുന്നത്. ജനറലായിട്ട് പഥ്യോപദേശം, അതിൽ നിന്ന് പോകാനായിട്ട്, അതിനകത്ത് ഡൈലൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെർവേർട്ട്, അതായത് അതിനെ വികൃതമാക്കി ഇതിലേതാ സത്യം ഏതാ തെറ്റ് എന്നറിയാൻ മേലാത്ത വിധത്തിൽ ഇതും ശരിയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ 2 പേര് കൂട്ടത്തിലുണ്ട്. ഒന്നാരാണ്? ബർന്നബാസ്. അത് അവർക്കറിയാവുന്ന ആളാണ്. ആർക്ക്? യെരുശലേമിലെ സഹോദരന്മാർ. കാരണം അവരാണല്ലോ ബർന്നബാസിനെയും പൗലോസിനെയും കൂടെയൊക്കെ അയക്കുന്നത്. ഇനി 2-ാമത്തെ ആളാരാണ്? തീത്തോസ്. ഈ തീത്തോസ് യവനനാണ്, എന്ന് പറഞ്ഞാൽ ഗ്രീക്കാണ്. അദ്ദേഹം യവനനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജാതീയൻ അല്ലെങ്കിൽ അഗ്രചർമ്മി എന്നൊക്കെ പറയാം. പരിച്ഛേദനക്കാരനല്ലാത്തവൻ. യഹൂദന്മാരുടെ ഭാഷയിലാണല്ലോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജാതീയനായ, അതായത് ജെൻഡയിൽ അഗ്രചർമ്മിയായ ഈ ഒരാൾ കൂട്ടത്തിലുണ്ട്. അവരെ കൊണ്ട് എങ്ങോട്ട് വരികയാണ്? അയാളെ കൊണ്ട് എങ്ങോട്ട് വരികയാണ്? യെരുശലേമിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടൊരു പ്രശ്നം ഉണ്ടാവും അവിടെ. എന്തായിരിക്കും അത്? ദേവാലയത്തെക്കാൾ ഉപരി ഈ അവിടെയുള്ള ആൾക്കാർ, അപ്പോസ്തലന്മാരല്ല, മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് എന്താണ്? ഇത് വിശ്വാസം മാത്രം പോരാ, പിന്നെ എന്തുകൂടെ വേണം? ന്യായപ്രമാണം അല്ലെങ്കിൽ ലോ, അതിൻ്റെ ഒരു ആചാരങ്ങളോട് നമ്മൾ കൂട്ടത്തിൽ അനുസരിച്ചാലേ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇതാണ് അവിടെ ഈ വേറൊരു സുവിശേഷമായിട്ട് അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തീത്തോസിനെ അവരുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ വന്ന സംഭവം എന്ത് വെച്ച് കഴിഞ്ഞാൽ, തീത്തോസിനെ പരിശോധന നൽകാൻ അപ്പോസ്തലന്മാർ നിർബന്ധിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് ആർക്കറിയേണ്ടത്? പൗലോസിന് അറിയേണ്ടത്. അപ്പോൾ തീത്തോസ് ഒരു ടെസ്റ്റ് കേസാണ്. ഈ പുള്ളിയെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ യാതൊരു വിധത്തിൽ അങ്ങനെ ഒരു
കാര്യങ്ങളും ഉണ്ടായില്ല. തീത്തോസിനെ പരിചയം ഏൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. തീത്തോസിന് എല്ലാ ബഹുമാനങ്ങളും അവിടെ ലഭിക്കാനിടയായി തീർന്നു. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസിന്റെ വാദഗതികൾ അല്ലെ ആ ആശയങ്ങൾ പൂർണ്ണമായിട്ടും അപ്പോസ്തലന്മാരായ മറ്റുള്ളവർ അതിനോട് യോജിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അതിന് അപ്പോസ്തലൻ എടുത്ത മെത്തേഡ് അതൊക്കെ നമുക്ക് കുറച്ച് വിശദമായിട്ട് അടുത്ത ആഴ്ച കർത്താവിനെ വെച്ച് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആ പത്യ ഉപദേശത്തിന് കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എത്രയോ വലിയ പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആലോചിക്കുവാൻ ഈ പഠനം നമ്മളെ സഹായിക്കണം. പൗലോസിനെ വിളിച്ച് വേർതിരിച്ചത് തൻ്റെ ജനനം മുതൽ അല്ലെങ്കിൽ അതിനു മുന്നേ അങ്ങനെ നിയമിക്കുകയും തൻ്റെ വിശുദ്ധ വിളിയാൽ കൃപയാൽ വിളിക്കുകയും മാത്രമല്ല വെറുതെ വിളിച്ച് രക്ഷിച്ച് അവിടെ നിർത്തുകയല്ല. യേശു ക്രിസ്തുവിനെ ലോകത്തിന് സത്യസുവിശേഷമായി ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ, മനുഷ്യനെ നിത്യജീവൻ ഒരുക്കിയ കർത്താവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, പൗലോസിൻ്റെ ജീവിതത്തിൽ വരച്ച് കാണിക്കുവാനായിട്ടാണ് ദൈവം പൗലോസിനെ രക്ഷിച്ചത്. നമ്മളെയും രക്ഷിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ കാര്യം യഥാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യം, ശുശ്രൂഷയും നമ്മുടെ ജീവിതവും അതുപോലെ നമ്മുടെ സംസാരവും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ വരച്ചു കാണിക്കുവാനായിട്ട്, അവനെ വെളിപ്പെടുത്തുവാനായിട്ടുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്തായിരുന്നു നമ്മുടെ മുമ്പിലത്തെ അവസ്ഥയെന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. ഞാൻ എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു, ഒരു ഫെനാറ്റിക് പെർസിക്യൂട്ടർ, ഭ്രാന്തമായി ഉപദ്രവിച്ചു. എന്നാൽ അങ്ങനെയുള്ള ഒരാൾ ഭ്രാന്തമായി കർത്താവിനെ സ്നേഹിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ ആ വാക്കിനെ ഉപയോഗിക്കുകയാണ്. കർത്താവിനെ ഇതുപോലെ സ്നേഹിച്ച ഒരു വ്യക്തി തൻ്റെ ജീവിതം അത് സമ്പൂർണ്ണമായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പൗലോസിൻ്റെ ജീവിതം ഒരു വെല്ലുവിളിയാണ്. താൻ അതാണ് ഗലാത്യരോട് പറയുന്നത്. ഈ നിലയിൽ കർത്താവ് എന്നെ ഉപയോഗിച്ചത് നിങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിയരുത്, വേറൊരു ഉപദേശത്തിലേക്ക് പോകരുത്. കർത്താവിൻ്റെ ആ പത്യ ഉപദേശത്തിൽ, സത്യസുവിശേഷത്തിൽ, യഥാർത്ഥ സത്യത്തിൽ അതിൽ നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. വരും ദിവസങ്ങൾ കർത്താവിനെ അനുവദിച്ചാൽ കൂടുതലായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നതാണ്.